ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗെയിം ചേഞ്ചർ എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. മാത്രമല്ല, നമ്മുടെ സെക്കൻഡ് ചാനലിൽ പുതിയ മലയാളം മൂവീസിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആന്ധ്ര മുഖ്യമന്ത്രിയായിരിക്കുന്ന സത്യമൂർത്തിയാകട്ടെ അയാളുടെ ജീവിതത്തിൽ നടത്തിയ എന്തൊക്കെയോ കുറ്റകൃത്യങ്ങൾ ആലോചിച്ച് ഞെട്ടി ഉണരുന്നതാണ്. അയാൾ ഒരു സ്ത്രീയും കുട്ടിയെയും തൊട്ടടുത്തായിട്ട് കാണുന്ന പോലെ തോന്നുന്നു. അസ്വസ്ഥത തോന്നിയ അയാളെ അയാളുടെ കൂട്ടാളിയായ സഭയും സംഘവും ചേർന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ പോകുന്ന വഴിയിൽ ആ പാലം തകരുകയും ഒരുപാട് വണ്ടികൾ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് കാരണം ആംബുലൻസ് പോകാതെ ഇയാളെ അവിടെ നിന്നും ആൾക്കാരെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. റോഡിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ മുഖ്യമന്ത്രിയെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങി. ഇയാൾ പണ്ടു മുതലേ ചെയ്ത അഴിമതികൾക്കെല്ലാം തന്നെ ബലം ഇയാൾ അനുഭവിക്കുമെന്ന് പറയുന്നു. ഈ പാലം പണിയിലും അയാൾ ഒരുപാട് അഴിമതി ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇയാൾക്ക് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത്. അയാൾ മാനസികമായിട്ട് ഒരുപാട് തളർന്നു. ജനങ്ങൾ തന്നെ നല്ലപോലെ വെറുക്കുന്നുണ്ടെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. ഹോസ്പിറ്റലായ സത്യയെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ മക്കളായ മോപ്പിയും മാണിക്യവും വരുന്നു. ഇവർ രണ്ടുപേരും അയാളുടെ സ്വന്തം മക്കളല്ലായിരുന്നു. അയാൾ ദത്തെടുത്ത് വളർത്തുന്ന കുട്ടികളാണ്. വളർത്തച്ഛനായതുകൊണ്ട് തന്നെ അയാളുടെ വലിയ സ്നേഹമൊന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല. ഓൾറെഡി മിനിസ്റ്റർ പദവിയിലിരിക്കുന്ന മോപ്പിയാകട്ടെ ഇയാൾ എങ്ങനെയെങ്കിലും മരിച്ചിട്ട് ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അനിയനേക്കാൾ യോഗ്യത തനിക്കാണെന്ന് പറഞ്ഞിട്ട് ചേട്ടനായ മാണിക്യവും അതിനുവേണ്ടി മത്സരിക്കാൻ തുടങ്ങി. പക്ഷെ അവര് കാത്തിരുന്ന പോലെ ഒന്നും തന്നെ നടന്നില്ല. സത്യം മരിച്ചില്ല. അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അയാൾ തന്റെ അനുയായിയായ സഭയോട് പറയുന്നുണ്ട്, ഇനി ഒരു വർഷം കൂടിയേ നമ്മുടെ ഭരണം ഉള്ളൂ എന്ന്. ആ ഒരു വർഷമെങ്കിലും നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്തണം. ഇനി ഒരു കറപ്ഷനും ഇവിടെ നടക്കാൻ പാടില്ല. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ പ്രായശ്ചിത്തം ചെയ്യണമെന്നും ഈ ഒരു വർഷം ജനങ്ങൾ ആഗ്രഹിച്ച പോലൊരു ഭരണമാണ് കാഴ്ചവെക്കേണ്ടതെന്നും അയാൾ സഭയോട് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നായകനായ റാമിനെയാണ്. IPS ഓഫീസറായിരുന്ന റാമാകട്ടെ വീണ്ടും എക്സാം എഴുതി IAS ഓഫീസറായി മാറിയിരിക്കുകയാണ്. തന്റെ നാട്ടിലേക്ക് തന്നെ പോസ്റ്റിംഗ് കിട്ടിയ റാമിനെ ഒരുപാട് ആഘോഷത്തോടു കൂടിയാണ് വീട്ടുകാരെല്ലാം തന്നെ സ്വാഗതം ചെയ്യുന്നത്. IPS ഓഫീസറായിട്ടും IAS ഓഫീസറായിട്ടും എല്ലാം തന്നെ ഞാൻ എന്റെ മകനെ കണ്ടു. ഇനി നിന്നെ വിവാഹം കഴിച്ച് കാണണമെന്ന് അവന്റെ അമ്മ പറയുന്നുണ്ട്. എന്നാൽ വിവാഹത്തിന് തന്നെ നിർബന്ധിക്കരുതെന്ന് അവൻ തിരിച്ചു പറയുന്നു. നീ ഇപ്പോഴും പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലേ എന്ന് അവനോട് അവന്റെ അമ്മ ചോദിക്കുന്നു. അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ല എന്നാണ് അവൻ പറയുന്നത്. അവന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യമൂർത്തിയാകട്ടെ തന്റെ അനുയായികളായ എല്ലാവരോടും തന്നെ ഇനി നമ്മൾ ഒരു വർഷം കാഴ്ചവെക്കേണ്ട ഭരണത്തെ പറ്റി സംസാരിക്കുന്നു. ഒരു കാര്യത്തിലും ആരും അഴിമതി നടത്താൻ പാടില്ല എന്ന് അയാൾ താക്കീത് നൽകുന്നുണ്ട്. ഇതെല്ലാം കേട്ട മോപ്പിക്കും മാണിക്യത്തിനും ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അച്ഛനെ എതിർത്ത് തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം അവർ രണ്ടുപേരും അയാൾ പറയുന്നത് അനുസരിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ്. അതേസമയം IAS ഓഫീസറായിട്ട് ചാർജ് എടുത്ത റാമാകട്ടെ ആ നാട്ടിലെ ബിസിനസ്സുകാരായ ഒരുപാട് പേരെ മീറ്റിംഗിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവരിൽ ഓരോരുത്തരും ഇല്ലീഗലായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവരുടെ ഓരോരുത്തരുടെയും സ്ഥാപനത്തിലേക്ക് പോവുകയും അവർ ചെയ്യുന്ന അഴിമതി കൈയോടെ പിടികൂടുകയും ചെയ്യുന്നു. 1 രൂപയുടെ റേഷനറിയിൽ കെമിക്കൽ കലർത്തി 60 രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു അതിലൊരാൾ. മറ്റൊരാൾ പ്രോട്ടോകോൾ ഒന്നും തന്നെ പാലിക്കാതെ മാള് കെട്ടിപ്പൊക്കിയിരിക്കുന്നു. കഴിഞ്ഞ മാസം അയാളുടെ ഒരു മാൾ നടന്ന തീപിടുത്തത്തിൽ 20ഓളം പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സിന്റെ വണ്ടി ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ മാള് നിർമ്മിച്ചു വെച്ചിരുന്നത്. പ്രോട്ടോകോൾ പാലിക്കാത്ത കാരണം കൈയോടെ തന്നെ അയാളുടെ ആ മാളും പൊളിച്ചു കളയുന്നു. ഇങ്ങനെ റാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന കണ്ടിട്ട് ബാക്കി എല്ലാരും തന്നെ റാമിനോട് പറയുന്നുണ്ട്, തങ്ങളാരും ഇനി അഴിമതി കാണിക്കില്ല, ചെയ്ത തെറ്റുകളെല്ലാം തന്നെ തങ്ങൾ തിരുത്തുമെന്ന്. അതേസമയം സത്യ ഇനി കുറച്ചു നാളത്തേക്ക് അഴിമതി ഒന്നും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞത് കാരണം മോപ്പിയാകട്ടെ താൻ ചെയ്തുകൊണ്ടിരുന്ന മണൽക്കടത്ത് പകൽ സമയം നിർത്തിവെക്കുന്നു. എന്നാൽ അച്ഛൻ അറിയാതെ രാത്രി നടത്താനായിരുന്നു അയാളുടെ പ്ലാനിങ്. ഇവിടെ റാമാകട്ടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തന്റെ കൂട്ടുകാരോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ അവൻ എന്തുകൊണ്ടാ കല്യാണം കഴിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അവൻ തന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. അവൻ പണ്ട് AP യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് വലിയ ദേഷ്യക്കാരനായിരുന്നു. കോളേജില് കഞ്ചാവ് വിൽക്കുകയും ഒഴിഞ്ഞ ബ്ലോക്കില് കഞ്ചാവ് കൃഷി നടത്തുകയും ചെയ്തിരുന്ന ആൾക്കാരെ എല്ലാം തന്നെ അവൻ പോയി അടിക്കുന്നു. അങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൻ ഇടപെടുന്നതും അവരെല്ലാം അടിക്കുന്നതും പതിവാണ്. പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്ന ഒരു സാറിനെ അടിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു ദിവസം വഴിയിൽ കാത്തിരിക്കുകയായിരുന്നു. നായികയെ ദീപികയും അച്ഛനും അതുവഴി വരികയും അവനവരുടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പ്രൊഫസർ KP താനാണോ എന്ന് ചോദിക്കുന്നു. അതേന്ന് പറഞ്ഞതും അവൻ അയാളെ അടിക്കാൻ തുടങ്ങി. എന്തിനാ തന്റെ അച്ഛനെ അടിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ തടയാൻ ശ്രമിച്ചു. ഇയാൾ പെൺകുട്ടികളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ തന്റെ അച്ഛൻ അങ്ങനെയൊന്നും അല്ല എന്ന് അവൾ പറയുന്നു. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ അച്ഛന്റെ ഫുൾ നെയിം പറഞ്ഞു കഴിയുമ്പോഴാണ് തനിക്ക് തെറ്റുപറ്റിയ കാര്യം അവന് മനസ്സിലായത്. KP എന്ന് വിളിക്കുന്ന മറ്റൊരു സാർ കൂടി അതേ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം തന്നെ അവനോട് പറയുന്നുണ്ട് ഇയാള് പാവമാണെന്ന്. അവൻ ചെയ്ത തെറ്റിന് സോറി പറഞ്ഞെങ്കിലും അച്ഛനെ അടിച്ച കുറ്റത്തിന് ദീപികയാകട്ടെ പോലീസുകാരെ വിളിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്യിക്കുന്നു. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം തന്നെ ദീപികയോട് വന്ന് പറയുന്നുണ്ട് അവൻ മനഃപൂർവ്വം നിന്റെ അച്ഛനെ അടിച്ചതല്ല എന്നും KP എന്ന് പറയുന്ന മറ്റൊരു സാറ് സ്റ്റുഡൻസ് ആയ പെൺകുട്ടികളെ എല്ലാം തന്നെ സെക്ഷലി ഹരാസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്ന്. അതവനോട് ആ പെൺകുട്ടികൾ കംപ്ലൈന്റ് ചെയ്തത് കാരണമാണ് ആ സാറിനെ അടിക്കാൻ വേണ്ടി അവൻ വന്നത്. അവൻ അന്നത്തെ ദിവസം ആള് മാറിപ്പോയതാണ്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ റാം പാവമാണെന്ന് തോന്നിയിട്ട് അവള് തന്റെ കേസ് പിൻവലിക്കുന്നു. തിരിച്ചെത്തി അവനാകട്ടെ ആ സാറിനെ കണ്ടുപിടിച്ചിട്ട് അയാളെ അടിക്കുന്നു. ഇതെല്ലാം തന്നെ ദീപിക കാണുന്നുണ്ടായിരുന്നു. നിന്റെ ഈ ദേഷ്യം ശരിയല്ല എന്ന് അവള് പറയുന്നു. നിനക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നീ എല്ലാരും എടുത്തിട്ട് അടിക്കും. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ദീപികയും റാമും കുറച്ച് ക്ലോസ് ആകുന്നു. അവൻ തന്നെ സ്നേഹിക്കുന്നെന്ന് മനസ്സിലാക്കിയ ദീപികയാകട്ടെ അവനോട് പറയുന്നുണ്ട് നിന്റെ ഈ ദേഷ്യം വെച്ചുകൊണ്ട് ഒരിക്കലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന്. നീ ഇത് മാക്സിമം കുറച്ചെങ്കിലേ
പറ്റൂ. നിന്റെ ഉള്ള ദേഷ്യം വരുന്ന ആരെങ്കിലും ഒക്കെ അടിക്കാൻ തോന്നുന്ന സമയത്ത് തന്നെ ദൊപ്പെന്ന് പറഞ്ഞിട്ട് ആ ദേഷ്യം താഴെ ഇട്ടിരിക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അതുപോലെ നീയും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അവള് പറഞ്ഞ പ്രകാരം അവൻ മാക്സിമം ആ ദേഷ്യം എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും അവൾ കാണാത്ത ടൈമിലെല്ലാം തന്നെ അവൻ ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഇതെല്ലാം മനസ്സിലാക്കി അവൾ അവനോട് പറയുന്നുണ്ട്, നിന്റെ ഈ ദേഷ്യം നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീ പഠിച്ച IAS ഓഫീസർ ആകണം. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ അഴിമതി നടത്തുന്ന ആൾക്കാരോടെല്ലാം തന്നെ നിനക്ക് ദേഷ്യം തോന്നും. അവരെ എല്ലാം തന്നെ നിനക്ക് ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒരു കറപ്ഷനും നടക്കില്ല. തെറ്റ് ചെയ്യുന്നവരെയൊക്കെ തടയാനാണെങ്കിൽ IAS-നേക്കാൾ നല്ലത് IPS അല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. നിന്റെ ഈ ദേഷ്യം വെച്ചിട്ട് IPS ഓഫീസർ ആയി കഴിഞ്ഞാൽ നീ കൈ കിട്ടുന്ന എല്ലാവരും എടുത്തിട്ട് അടിക്കുമെന്ന് അവൾ പറയുന്നു. അതുകൊണ്ട് നീ IPS ഓഫീസർ ആകുവാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിന്നോട് മിണ്ടില്ല. IAS ഓഫീസർ ആകുമ്പോൾ മാത്രമേ ഞാൻ നിന്നോട് മിണ്ടുകയുള്ളൂ. അങ്ങനെ ദീപികയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കഷ്ടപ്പെട്ട് UPSC എക്സാം എല്ലാം തന്നെ പഠിച്ചെഴുതിയത്. എന്നാൽ കഷ്ടി 6 മാർക്കിന് അവൻ IAS കിട്ടാതെ പോയി, IPS ഓഫീസറുമായി. അതറിഞ്ഞതോടുകൂടി അവള് പിന്നെ അവനോട് മിണ്ടാറില്ലായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും കഷ്ടപ്പെട്ട് പഠിച്ച് അവൾക്ക് വേണ്ടിയിട്ട് IAS ഓഫീസർ ആവാൻ തീരുമാനിച്ചത്. 1-2 എക്സാം ഒക്കെ വീണ്ടും ഫെയിലായി. അവസാനം 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ ഇപ്പോൾ IAS ഓഫീസർ ആയിരിക്കുന്നത്. അവൾ എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. എന്നാൽ ഇത് കേട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നുണ്ട്, ദീപിക എന്ന് പറയുന്ന ആ പെൺകുട്ടീനെ എനിക്കറിയാമെന്ന്. അവൾ എവിടെയാ ഉള്ളതെന്നും എനിക്കറിയാമെന്ന്. അതെവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ് അവൻ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവന്റെ ബോധം പോയി. ഇനിയിപ്പോ അവന് പിറ്റേന്ന് മാത്രമേ ബോധം തെളിയൂ. അപ്പോഴേ അവൾ എവിടെയാണെന്ന് അറിയാൻ പറ്റൂ. അതിനിടെ അവൻ അറിയുന്നുണ്ട് മോപ്പി നടത്തുന്ന ആ മണൽക്കടത്തിനെ പറ്റിയിട്ട്. രാത്രി തന്നെ അവൻ അവിടേക്ക് പോകുന്നു. എന്നാൽ മണൽ കടത്തുന്ന ലോറികൾ പിടികൂടുന്നതിന് പകരം ആ തൊഴിലാളികളെ മുഴുവൻ അവൻ അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അത് മാത്രമല്ല, ഈ വക മണൽക്കടത്ത് നടത്താൻ കൂട്ടുനിൽക്കുന്ന എല്ലാ തൊഴിലാളികളെയും അടുത്തുള്ള എല്ലാ ഗ്രാമത്തിൽ നിന്നും അവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അത് കാരണം മണൽക്കടത്ത് നടത്താൻ ഇവർക്ക് ആൾക്കാരെ പോലും കിട്ടാതെയായി. ഗുണ്ട ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തത് കാരണം ഇവരെ എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇനി 1 വർഷമെങ്കിലും എടുക്കും. അവരെല്ലാം എങ്ങനെയെങ്കിലും ഇറക്കണമെങ്കിൽ ഒരാൾക്ക് 10 ലക്ഷം രൂപ വെച്ചിട്ട് ചെലവാകും. അത് കേട്ടതും മോപ്പി ഞെട്ടി. തന്റെ ആൾക്കാർക്ക് ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ കൊടുത്ത് പുറത്തിറക്കാനൊന്നും തന്നെ മോപ്പിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതേസമയം ഇവിടെ റാം മനസ്സിലാക്കുന്നുണ്ട് ദീപികയുള്ള സ്ഥലം ഏതാണെന്ന്. അവൾ ആ ഡിസ്ട്രിക്റ്റിന്റെ അതിർത്തിയിലുള്ള ഒരു നഴ്സിംഗ് ഹോമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡോക്ടറായിരുന്ന അവളാകട്ടെ ആ നഴ്സിംഗ് ഹോം തുടങ്ങി അവിടെ ഒരുപാട് രോഗികളെ പരിചരിക്കുകയായിരുന്നു. എന്നാൽ ആ നഴ്സിംഗ് ഹോം ഇരിക്കുന്നത് റാം വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിന്റെ അതിർത്തിയിലാണ്. അയാൾ അതുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയ ശേഷം ആളെ വിട്ട് ദീപികയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ദീപിക പറയുന്നു റാം ഇങ്ങോട്ട് വന്ന് തന്നെ കാണാൻ. പക്ഷെ റാം അങ്ങോട്ട് വരാതെ ദീപികയെ പുറത്തേക്ക് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. അവൾ വരുന്നില്ല എന്ന് മനസ്സിലാക്കി റാം അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരത്ത് തന്റെ ദേഷ്യമെല്ലാം താഴെയിട്ട ശേഷം അവൾ ഓടി വരുന്നു. തനിക്ക് വേണ്ടി അവൻ IAS ഓഫീസറായിട്ട് തിരിച്ചു വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ അവൾ അവനെ ആ നഴ്സിംഗ് ഹോമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ അതിന്റെ പേരിൽ അവനോട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ആ അതിർത്തിക്ക് അപ്പുറമുള്ള ജില്ലയുടെ കളക്ടർ അവിടേക്ക് വരുന്നു. റാമിനുള്ള സസ്പെൻഷൻ ലെറ്ററുമായിട്ടായിരുന്നു അയാൾ വന്നത്. കാരണം ഒരു കളക്ടർ തന്റെ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് കടക്കണമെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ പ്രത്യേകം പെർമിഷൻ വാങ്ങണമായിരുന്നു. റാം ആ പെർമിഷൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വഴക്കുണ്ടാക്കുന്നത്. എന്നാൽ റാം പറയുന്നുണ്ട് ഞാൻ അതിർത്തിക്ക് ഇപ്പുറം തന്നെയാണ് നിൽക്കുന്നതെന്ന്, ഒരിക്കലും അപ്പുറത്തേക്ക് പോയിട്ടില്ല എന്ന്. അപ്പോഴാണ് ആ കളക്ടറും അത് ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം തന്നെ അവിടെ നിന്ന് ദീപിക കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ അകത്തേക്ക് വിളിച്ചിട്ടും അവൻ വരാത്തതെന്ന് മനസ്സിലായപ്പോഴാണ് താൻ അവനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് അവൾക്ക് തോന്നിയത്. അവൾ തിരിച്ചു വന്ന് അവനോട് സോറിയും പറയുന്നു. അവളുടെ നിർബന്ധം കാരണം അവനെങ്ങാനും അതിർത്തി വിട്ട് അപ്പുറത്തേക്ക് പോയിരുന്നെങ്കിൽ അവന് സസ്പെൻഷൻ കിട്ടിയേനെ. അവൾ ആഗ്രഹിച്ച പോലെ അവൻ IAS ഓഫീസർ ആയതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഒന്നിക്കുന്നു. ഇവിടെ മോപ്പിയാകട്ടെ ആകെ ദേഷ്യത്തിലായിരുന്നു തന്റെ ആൾക്കാരെ റാം അറസ്റ്റ് ചെയ്തത് കാരണം. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് റാമിന്റെ ഓഫീസിൽ വരുമ്പോഴാകട്ടെ അവിടെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുന്ന കാരണം മോപ്പിയെ അയാൾ പുറത്തെടുത്തുന്നു. റാമിനോടുള്ള ദേഷ്യം മോപ്പിക്ക് കൂടി വരികയാണ്. താനൊരു മിനിസ്റ്റർ ആണെന്നും താൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് മോപ്പി പറയുന്നത്. എന്നാൽ നീ കേവലം 5 വർഷത്തേക്ക് മാത്രമാണ് മിനിസ്റ്റർ, ഞാൻ റിട്ടയർഡ് ആകുന്നിടം വരെ കളക്ടറാണെന്നാണ് റാം പറയുന്നത്. അങ്ങനെ അവർക്കിടയിൽ ഈയൊരു തർക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തങ്ങളെപ്പോലുള്ള ഒരുപാട് കളക്ടേഴ്സ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള പൊളിറ്റീഷ്യൻസ് എല്ലാം തന്നെ ഇവിടെ ഉള്ളതെന്നും റാം പറയുന്നു. തങ്ങൾ കഷ്ടപ്പെട്ട് ശരിയാക്കി വിടുന്ന സാധനങ്ങളിലെല്ലാം തന്നെ ഒപ്പിടുക മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളില്ലെങ്കിൽ നിങ്ങളുമില്ല. സത്യം പറഞ്ഞാൽ റാമിനെ കൊല്ലാനുള്ള ദേഷ്യം മോപ്പിക്കുണ്ടായിരുന്നു. എന്നാൽ CM ആകാൻ ആഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തൽക്കാലം അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മോപ്പി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രത്യേകം പെർമിഷൻ എല്ലാം വാങ്ങിയിട്ട് റാം ആകട്ടെ ദീപികയുടെ ആ നഴ്സിംഗ് ഹോമിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് അവള് പാർവതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പണ്ട് അവരുടെ മനസ്സിനെ അഫക്ട് ചെയ്ത എന്തോ ഒരു കാര്യം അവരെ വലിയൊരു ഷോക്കിലേക്ക് കൊണ്ടുപോയിരുന്നു. ഏതോ ഒരു ഗ്രാമത്തിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ഒരു NGO വഴിയാണ് അവരിപ്പോൾ ഇവിടെ എത്തിയത്. പത്രത്തിലൂടെ വരുന്ന അഴിമതി അനീതി എല്ലാം തന്നെ അവർ വായിച്ച ശേഷം അതിനെതിരെ മുഖ്യമന്ത്രിക്ക് അവർ കത്തുകൾ എഴുതും. അങ്ങനെ ഒരുപാട് പെറ്റീഷൻസ് അവർ എഴുതി കൂട്ടിയിട്ടുണ്ട്. അതാണ് ഈ കിടക്കുന്നതെല്ലാം തന്നെ. അതെടുത്ത് നോക്കുമ്പോൾ റാം പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന്. ഇവരിപ്പോൾ പെറ്റീഷൻ എഴുതിയിരിക്കുന്ന ഈ ഡയറി ഫാമിന്റെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നാളെ മുഖ്യമന്ത്രി വരുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. താനും അതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ആ സ്ത്രീ ആകട്ടെ ഒരു സൈഡിലേക്ക് മാത്രമാണ് മുഖം ചരിച്ചിരിക്കുന്നത്. അവർ ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാറില്ലായിരുന്നു. തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് റാമിന്റെ മുഖത്ത് നോക്കാതെ അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മിനിസ്റ്ററും മോപ്പിയും
മാണിക്യം എല്ലാം തന്നെ പങ്കെടുക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് ദീപിക പാർവതിയും കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. അവിടെ ആ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പാർവതി എഴുന്നേറ്റ് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ അഴിമതിയാണെന്ന്. ഈ ഡയറി ഫാമിലിയുടെ വെറ്റൊഴിക്കുന്ന പാലിലെല്ലാം തന്നെ കെമിക്കൽസ് ഉണ്ട്, അതിൽ പല വിഷവസ്തുക്കളും ചേർത്തിട്ടുണ്ട്, ഒരുപാട് കുട്ടികളുടെ ജീവൻ എടുക്കാൻ അത് കാരണമാകും. അവരങ്ങനെ പറയുന്നത് കേട്ടിട്ട് മിനിസ്റ്റർ അവരെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ഇനി ഒരു തെറ്റായ കാര്യങ്ങൾ നടക്കരുതെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നല്ലോ സത്യമൂർത്തി. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി നിർത്താനായിരുന്നു അയാളുടെ തീരുമാനം. പക്ഷെ അവർ സ്റ്റേജിലേക്ക് വരുന്നത് കണ്ടതും സത്യമൂർത്തി ആകെ ഞെട്ടിപ്പോയി. സത്യമൂർത്തിയുടെ പാസ്റ്റുമായിട്ട് പാർവതിക്ക് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ടായിരുന്നു. അവരെ കണ്ടതും അറിയാതെ സത്യമൂർത്തി തന്റെ കൈകൾ കൂപ്പിപ്പോയി. നീ ചെയ്യുന്ന പാപങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ മുഴുവൻ അഴിമതിയാണ് നടക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ കുടിക്കുന്ന പാലില് അവൻ ബേക്കിംഗ് സോഡ കലർത്തിയാണ് വിൽക്കുന്നത്. ഇനിയെങ്കിൽ നീ ഇത് നിർത്തിയെങ്കിലേ പറ്റുമെന്ന് അവർ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന മോപ്പിയാകട്ടെ അവരെ പിടിച്ച് അവിടെ നിന്നും തള്ളി മാറ്റുകയാണ്. വീഴാൻ പോയി അവരെ പിടിക്കുന്നത് ദീപികയും റാമും ചേർന്നിട്ടാണ്. ദേഷ്യം വന്നിട്ട് റാമാകട്ടെ മോപ്പിയുടെ മുഖത്ത് അടിക്കുകയും ചെയ്യുന്നുണ്ട്. മിനിസ്റ്ററിനെ അടിച്ചതിന്റെ പേരിൽ എല്ലാവരും റാമിന്റെ നേരെ തിരിഞ്ഞു. എന്നാൽ സത്യമൂർത്തി പറയുന്നുണ്ട് തെറ്റ് മോപ്പിയുടെ ഭാഗത്താണെന്ന്. പാർവതിയോട് ക്ഷമ ചോദിക്കാൻ മോപ്പിയോട് അയാൾ പറയുന്നു. വേറെ വഴിയില്ലാതെ മോപ്പി ദേഷ്യത്തോടു കൂടിയാണെങ്കിലും ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാം അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു സത്യമൂർത്തി. എന്നാൽ അയാളുടെ മനസ്സിലെല്ലാം തന്നെ പാർവതിയുടെ മുഖമായിരുന്നു. പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീഴുന്നു. എന്നാൽ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അയാൾ മോപ്പിയോട് പറയുന്നുണ്ട് നീ നല്ലവനായിട്ട് ഇത്രയും ദിവസം അഭിനയിക്കുകയായിരുന്നു, അഴിമതിയെല്ലാം തന്നെ നിർത്താൻ പറഞ്ഞിട്ട് നീ നിർത്തിയില്ല. നിന്റെ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് ഞാൻ മാറ്റാൻ പോവുകയാണ്. മാത്രമല്ല പാർട്ടിയിൽ നീ ഇനി അംഗവുമായിരിക്കില്ല. അതിനുള്ള പേപ്പറുകൾ റെഡിയാക്കാൻ അയാൾ സഭയോട് പറയുന്നു. എന്നാൽ തന്നെ അടിച്ചതിന്റെ പേരിൽ മോപ്പിയാകട്ടെ റാമിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം റാമിന് സസ്പെൻഷൻ ഓർഡർ വന്നു. ദീപിക അവനോട് പറയുന്നുണ്ട് കുറച്ചുനാൾ കഴിയുമ്പോൾ നീ തിരിച്ചു കയറുമല്ലോ, അപ്പോൾ നമുക്ക് എല്ലാം ശരിയാക്കാമെന്ന്. തൽക്കാലം നമുക്ക് ഈ കല്യാണ ഒരുക്കങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് കരുതിയാൽ മതി. എന്നാൽ തന്നെ മിനിസ്റ്റർ സ്ഥാനത്തിൽ നിന്നും മാറ്റാൻ അച്ഛൻ കാര്യങ്ങൾ നീക്കി തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ മോപ്പിയാകട്ടെ ആരും അറിയാതെ വന്നിട്ട് സത്യയെ കൊല്ലുന്നു. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് അച്ഛൻ മരിച്ചുപോയി എന്ന്. അടുത്ത ചീഫ് മിനിസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് മോപ്പിയും മാണിക്കും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവസാനം അവരെല്ലാവരും തന്നെ ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഒരു മീറ്റിംഗ് കൂടി. അച്ഛനെ കൊന്നത് മോപ്പിയാണെന്ന് മറ്റൊരാളിലൂടെ മാണിക്യം അറിഞ്ഞതോടുകൂടി താൻ ഇനിയും അവന്റെ പാതയിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ തന്നെയും കൊന്നുകളയുമെന്ന് പേടിച്ചിട്ട് മാണിക്യം അതിൽ നിന്ന് പിന്മാറുന്നു. അതുകൊണ്ട് എല്ലാവരും ചേർന്നിട്ട് അടുത്ത ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് മോപ്പിയെ തന്നെ തിരഞ്ഞെടുക്കുന്നു. പദവി തന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു മനസ്സിലാക്കിയ മോദി ആദ്യം ചെയ്യുന്നത് റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അന്ന് റാമിന്റെയും ദീപികയുടെയും കല്യാണ ദിവസമായിരുന്നു. ആ ദിവസം തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ അവിടേക്ക് എത്തി. സത്യമൂർത്തിയുടെ മരണത്തോടനുബന്ധിച്ച് മോപ്പിയുടെ നേതൃത്വത്തിലുള്ള നാട്ടിലെല്ലാം തന്നെ അക്രമം നടക്കുകയാണ്. അതിനിടയിലൂടെയായിരുന്നു റാമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതൊരു ട്രാപ്പായിരുന്നു. അവിടെ വെച്ച് റാമിനെ കൊല്ലാനായിരുന്നു ഇവരുടെ പ്ലാൻ. റാം അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് സത്യമൂർത്തിയുടെ വലങ്കയായ സഭയാകട്ടെ സത്യമൂർത്തി അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ പുറത്തുവിടുന്നു. ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൽ സത്യമൂർത്തി പറയുന്നുണ്ട് തന്റെ പിൻഗാമിയായിട്ട് അടുത്ത ചീഫ് മിനിസ്റ്റർ ആകേണ്ടത് കളക്ടറായ റാമാണെന്ന്. ഇത് കേട്ടതോടുകൂടി മോപ്പി പോലും ഞെട്ടിപ്പോയി. അയാൾ എന്തുകൊണ്ടാണ് റാമിനെ പിൻഗാമിയാക്കാൻ തീരുമാനിച്ചതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. ഇത് പുറത്തു വന്നതോടുകൂടി അവസാനം പോലീസുകാരെല്ലാം തന്നെ റാമിനെ രക്ഷിക്കാൻ ചുറ്റും കൂടി. അവിടെ നിന്ന് അവർ റാമിനെ കൂട്ടിക്കൊണ്ട് സത്യമൂർത്തിയുടെ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. തന്റെ ചിതയ്ക്ക് തീ കൊളുത്തേണ്ടത് റാമാണെന്നും അയാൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് റാം അയാളുടെ ചിതയ്ക്ക് തീ കൊളുത്തി. ഇനി ഇതിന്റെയെല്ലാം പിന്നിലുള്ള കാരണങ്ങൾ സഭ എന്ന ആള് റാമിനോട് തുറന്നു പറയുന്നു. സത്യമൂർത്തി ഇപ്പോൾ ഭരിക്കുന്ന ഈ പാർട്ടിയുടെ യഥാർത്ഥ നേതാവ് അപ്പണ്ണ എന്ന് പറയുന്ന ഒരാളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർട്ടി രൂപീകരിച്ചത് പോലും അയാളാണ്. സാധാരണക്കാരനായ അയാളാകട്ടെ നാട്ടിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ പോരാടുകയും ഇല്ലീഗലായിട്ട് നാട്ടിൽ വരുന്ന കമ്പനികൾക്കെതിരെ സമരം ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവരുടെ സമരങ്ങളൊക്കെ വിജയിച്ചു തുടങ്ങിയ സമയത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുകുന്ദൻ എന്ന് പറയുന്ന ആളാകട്ടെ അപ്പണ്ണയോട് പറയുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചുകൂടാ എന്ന്. അപ്പണ്ണയ്ക്ക് അതിലൊന്നും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് കാശില്ലാത്ത രാഷ്ട്രീയം ഉണ്ടാക്കാമെന്നാണ് അവര് പറയുന്നത്. അത് കേട്ടപ്പോ നല്ല ആശയമാണെന്ന് എല്ലാവർക്കും തോന്നി. എല്ലാവരും അപ്പണ്ണെ അതിന്റെ നേതാവാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അപ്പണ്ണ എല്ലാവരോടും ചേർന്നിട്ട് ആ പാർട്ടിക്ക് രൂപം കൊടുത്തു. അയാളുടെ ആശയങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അയാൾ നല്ലപോലെ പ്രസംഗിക്കണമായിരുന്നു. പക്ഷേ അയാൾക്ക് ചെറിയ രീതിയിൽ വിക്കുണ്ട്. അത് കാരണം അയാളുടെ പ്രസംഗങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കാൻ അയാൾക്ക് സാധിച്ചില്ല. ആ അവസ്ഥയിൽ അയാൾ പാർട്ടിയുടെ നേതാവായി കഴിഞ്ഞാൽ പാർട്ടി അത് ഒരുപാട് രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അയാളാകട്ടെ തന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രാസംഗികനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഭയാണ് പറയുന്നത് അതിന് പറ്റിയ വ്യക്തി നമ്മുടെ സത്യമൂർത്തി തന്നെയാണെന്ന്. അങ്ങനെ അപ്പണ്ണയ്ക്ക് വേണ്ടി പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് സത്യമൂർത്തിയായിരുന്നു. എല്ലാ പരിപാടികളിലും അപ്പണ്ണ എഴുതിയ ആശയങ്ങൾ അയാൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഈ അപ്പണ്ണയുടെ ഭാര്യയായിരുന്നു പാർവതി. അവർക്കൊരു മകനുമുണ്ടായിരുന്നു. പാർട്ടി പരിപാടികളെല്ലാം പ്രസംഗിച്ച് കൂടുതൽ ആൾക്കാരും അറിഞ്ഞു തുടങ്ങിയത് സത്യമൂർത്തിയെ പറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സത്യമൂർത്തിയെ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നിയമിക്കാൻ അപ്പണ്ണയും തീരുമാനിച്ചു. അത് മണ്ടത്തരമല്ലേ എന്ന് അപ്പണ്ണയോട് പലരും ചോദിച്ചെങ്കിലും അപ്പണ്ണ പറയുന്നുണ്ട് തനിക്ക് സത്യമൂർത്തിയെ വിശ്വാസമാണെന്ന്. അയാൾ തന്നെ ഈ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നല്ലത്. നമ്മളെ സംബന്ധിച്ച് കാശില്ലാത്ത രാഷ്ട്രീയമാണ് ചെയ്യേണ്ടത്. അത് ആര് ചെയ്താലും നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. എന്നാൽ ആദ്യമൊക്കെ അപ്പണ്ണയുടെ വഴിയെ പോയിക്കൊണ്ടിരുന്ന അവരാകട്ടെ പിന്നീട് പഴയ ആൾക്കാർ ചെയ്യുന്ന പോലെയുള്ള രീതിയിലേക്ക് തിരിയാൻ തുടങ്ങി. ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കാശ് കൊടുക്കുന്നതാ നല്ലതെന്ന് അവരും ചിന്തിക്കാൻ തുടങ്ങി. ഇതിനെയെല്ലാം തന്നെ അപ്പണ്ണ എതിർത്തിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണ്ട, നമ്മളെ അതിന്
പല കമ്പനീസും സഹായിക്കുമെന്ന് അവർ പറയുന്നു. നേരത്തെ അപ്പണ്ണ സമരം ചെയ്ത് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു വിട്ട അതേ കമ്പനിയുടെ ആൾക്കാർ തന്നെയായിരുന്നു ഇത്. ഇതെല്ലാം അറിഞ്ഞതോടെ അയാൾ ശരിക്കും തകർന്നുപോയി. എന്നാൽ അപ്പണ്ണെ അറിയാതെ തന്നെ ആ കമ്പനിയുടെ കയ്യിൽ നിന്നും ഇവർ കാശ് വാങ്ങുന്നു. മുകുന്ദനും സത്യമൂർത്തിയും ഒരു കൈയായിരുന്നു. ഈ മുകുന്ദന്റെ മക്കളായിരുന്നു മോപ്പിയും മാണിക്യവും. എന്നാൽ സത്യമൂർത്തിയും മുകുന്ദനും ചേർന്നിട്ട് കാശ് വാങ്ങിയ വിവരം അറിഞ്ഞ അപ്പണ്ണയാകട്ടെ ഈ പാർട്ടി തന്നെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് ഒരു യോഗം കൂടാൻ തീരുമാനിക്കുന്നു. ഇത് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും അയാൾ ആ യോഗം കൂടുന്നതിന് മുൻപ് തന്നെ അയാളെ കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി തന്നെ അവരാകട്ടെ ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ആക്സിഡന്റ് ആക്കുന്നു. മനഃപൂർവ്വം ഉണ്ടാക്കിയ ആക്സിഡന്റ് ആണെന്ന് മനസ്സിലാക്കിയ അപ്പണ്ണയാകട്ടെ പാർവതിയും മകനെയും മറ്റൊരിടത്തേക്ക് ഒളിപ്പിച്ചു നിർത്തുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആ ഗുണ്ടകൾ അയാളെ ആക്രമിക്കാൻ വന്നിരുന്നു. നല്ലപോലെ പരിക്കേറ്റ അയാൾ മറ്റെവിടേക്കോ ഓടിപ്പോയി ഒരു ബൂത്തിൽ ചെന്നിട്ട് തന്റെ ആൾക്കാരെ വിളിക്കുന്നു. എന്നാൽ അവിടെയും ഫോൺ എടുക്കുന്നതാകട്ടെ സത്യമൂർത്തിയായിരുന്നു. അയാളുള്ള സ്ഥലം മനസ്സിലാക്കി സത്യമൂർത്തിയും മുകുന്ദനും അവിടേക്ക് വരുന്നു. അപ്പോഴും അപ്പണ്ണയ്ക്ക് അറിയില്ലായിരുന്നു അവരാണ് തന്നെ കൊല്ലാൻ ആളെ അയച്ചതെന്ന്. തനിക്ക് ശത്രുക്കൾ ആരും തന്നെയില്ല, പിന്നെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് തനിക്ക് അറിയില്ല എന്ന് അപ്പണ്ണ പറയുന്നതിന് മുൻപ് തന്നെ സത്യമൂർത്തിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി അയാളുടെ ശരീരത്തിൽ കയറിയിരുന്നു. അപ്പണ്ണെ അവിടെ വെച്ച് തന്നെ അവർ കൊല്ലുന്നു. ഇതെല്ലാം തന്നെ പാർവതി കണ്ടിരുന്നു. അത് കാണാൻ സാധിക്കാതെ അവൾ തലതിരിച്ച് തന്റെ മകന്റെ കണ്ണും പുത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇടയ്ക്കെപ്പോഴോ അവൾക്ക് തന്റെ മകനെ നഷ്ടപ്പെട്ടു. ആ സമയം കൊണ്ട് തന്നെ അപ്പണ്ണ മരിച്ചിരുന്നു. എന്നാൽ താനിത് ചെയ്തതിന് ഒരു ദൃക്സാക്ഷി പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സത്യമൂർത്തി അവിടെ വെച്ച് തന്നെ മുകുന്ദനെയും കൊന്നു. അതിനുശേഷം ജനങ്ങളുടെ മുൻപിൽ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ട് ആരോരുമില്ലാത്ത മുകുന്ദന്റെ രണ്ടു മക്കളെയും അയാൾ ദത്തെടുത്തു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. പിന്നീട് അയാൾ അപ്പണ്ണയുടെ വഴിയായിരുന്നില്ല പോയിരുന്നത്. അഴിമതി നിറഞ്ഞൊരു രാഷ്ട്രീയമായിരുന്നു അയാൾ ജനങ്ങൾക്കിടയിൽ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തന്റെ മരണത്തോടടുത്ത സമയത്ത് അയാൾക്ക് എല്ലാത്തിലും പശ്ചാത്താപം തോന്നുകയും ഇതെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അന്ന് അവിടെ നിന്നും കാണാതായ അപ്പണ്ണയുടെ മകനായിരുന്നു റാം. റാമിന്റെ അച്ഛനും അമ്മയും അവനെ ഒരിടത്തു നിന്നും ദത്തെടുത്തതാണ്. സത്യങ്ങൾ മനസ്സിലാക്കിയ റാം ആകെ തകർന്നുപോയി. തന്റെ അച്ഛനെ കൊന്ന കൊലയാളിയുടെ ചിതയ്ക്കാണ് താനിപ്പോൾ തീ കൊളുത്തിയിരിക്കുന്നത്. അയാൾ തന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ആ നേഴ്സിംഗ് ഹോമിലേക്ക് പോയി. അന്ന് ആദ്യമായിട്ട് അവന്റെ മുഖത്തേക്ക് അവർ നോക്കി. ഒരുപാട് നേരം കരയുകയും ചെയ്തു. ഇനി ഞാൻ ഈ പെറ്റീഷൻ എഴുതേണ്ട കാര്യമില്ലെന്നും നിന്റെ അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ നിന്നിലൂടെ നിറവേറുമെന്നും അവർ പറയുന്നു. നീ ചീഫ് മിനിസ്റ്റർ ആകുകയും അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം നിറവേറ്റുകയും വേണം. അങ്ങനെ ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് റാം വരുന്ന ആ ഒരു ചടങ്ങ് നടക്കുകയായിരുന്നു. അതിനിടയിൽ മോപ്പി പറയുന്നുണ്ട് ഇവനൊരിക്കലും ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റില്ല എന്ന്. കളക്ടർ സ്ഥാനം രാജിവെച്ചാൽ മാത്രമേ ഇവന് ചീഫ് മിനിസ്റ്റർ ആകാൻ പറ്റൂ. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് റാം അത് ചെയ്യുമെന്ന് സഭ പറഞ്ഞെങ്കിലും മോപ്പി പറയുന്നുണ്ട് അങ്ങനെ അവന്റെ രാജിക്കത്ത് അംഗീകരിക്കണമെങ്കിൽ അവന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാകാൻ പാടില്ല. ഞാൻ അവന്റെ പേരിൽ കൊടുത്ത കേസ് ഇപ്പോഴും ഉണ്ട്. ആ കേസ് നിങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടും മോപ്പി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ കേസ് പിൻവലിക്കണമെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഞാനാകണം. ആ സ്ഥാനത്ത് നിന്നും അവൻ ഒഴിഞ്ഞു തരണം. അങ്ങനെ അവർക്കിടയിലെ പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ റാം പറയുന്നുണ്ട് തനിക്കല്ലേലും മുഖ്യമന്ത്രിയാകാനൊന്നും തന്നെ ആഗ്രഹമില്ല, താൻ കളക്ടറായിട്ട് തന്നെ ഇരുന്നു കൊള്ളാമെന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മോപ്പി തന്നെ വരണമെന്നുള്ള പേപ്പറിൽ അവൻ ഒപ്പിടുന്നു. അതിന് പകരമായിട്ട് അവന്റെ പേരിലുള്ള കേസ് പിൻവലിക്കാമെന്ന് മോപ്പി പറഞ്ഞെങ്കിലും അയാൾ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നില്ല. റാമിനെ അവിടെ വെച്ച് അയാൾ ചതിക്കുന്നു. അങ്ങനെ മന്ത്രിസ്ഥാനവും പോയി കളക്ടർ സ്ഥാനവും പോയി എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു റാമിന്. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ സംസ്ഥാനത്തുള്ള എല്ലാ കളക്ടർമാരും റാമിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നും അയാളെ വീണ്ടും തിരിച്ച് സർവീസിലേക്ക് എടുക്കണമെന്നും പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ അയക്കാൻ തുടങ്ങി. അത്രയും കളക്ടറേഴ്സ് റിക്വസ്റ്റുകൾ അയക്കാൻ തുടങ്ങിയതോടുകൂടി അവർക്ക് വേറെ വഴികളില്ലാതെയായി. റാമിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അവർക്ക് അയാളെ തിരിച്ചെടുത്തെങ്കിലേ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സൈഡിലെ മോബി മുഖ്യമന്ത്രിയായിട്ട് സൈൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് മറ്റൊരു സൈഡിൽ നമ്മുടെ റാമാകട്ടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറായിട്ട് വരികയാണ്. മുഖ്യമന്ത്രി കസേരയിലിരുന്ന മോപ്പിയുടെ അടുത്തേക്ക് ഒരു സന്ദേശം എത്തുന്നു. പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കുന്ന ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സന്ദേശമായിരുന്നു അത്. ഇത് കണ്ടത് മോപ്പി ഞെട്ടി. 6 മാസത്തേക്ക് കൂടി അയാൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ വെച്ചതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി കുറച്ചു നേരം പോലും മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇലക്ഷനുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കും രാഷ്ട്രീയക്കാർക്കും ഒരു രീതിയിലുള്ള പവറും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇലക്ഷൻ ജയിച്ച് ഞാൻ വീണ്ടും മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞിട്ട് മോപ്പി അവനെ വെല്ലുവിളിക്കുന്നു. മോപ്പിക്ക് എതിരാളിയായിട്ട് റാം നിർത്തുന്നത് സത്യമൂർത്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സഭ എന്ന് പറയുന്ന ആളെയാണ്. അവർ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. പിന്നീട് കടുത്ത ഇലക്ഷൻ പ്രചരണങ്ങളാണ് നടത്തുന്നത്. മോപ്പി ആൾക്കാർക്ക് കാശ് കൊടുത്ത് അവരെ കയ്യിലെടുക്കാൻ നോക്കി. എന്നാൽ റാം അതിനെതിരെ ജനങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന കാശിന് വേണ്ടിയിട്ട് നിങ്ങൾ 5 വർഷമാണ് ത്യജിക്കാൻ പോകുന്നത്. എന്നാൽ ജനങ്ങൾ പറയുന്നു ഇവന്മാർ 5 വർഷം ഇരുന്നാലും ഞങ്ങൾക്കൊന്നും തരാൻ പോകുന്നില്ല, ആ ഒരു ദിവസത്തെ കാശെങ്കിലും ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന്. ഈ ജനങ്ങളെല്ലാം തന്നെ പാവപ്പെട്ടവരായതുകൊണ്ടാണ് ആ ഒരു ദിവസത്തെ കാശ് അവർ ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ കാശ് വരികയും വേണം, രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാശ് ഉണ്ടാകാനും പാടില്ല. അതായിരുന്നു റാമിന്റെ അടുത്ത ലക്ഷ്യം. അതുകൊണ്ട് ഇത്രയും നാള് ഓരോ വോട്ടിന് 500 രൂപ വെച്ച് വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഓരോ വോട്ടിന് 20,000 രൂപ വെച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് റാം പറയുന്നു. ഇതറിഞ്ഞതോടുകൂടി വേറെ വഴിയില്ലാതെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മോപ്പിയും കൂട്ടരും ആൾക്കാർക്ക് 20,000 രൂപ വെച്ച് കൊടുക്കാൻ തുടങ്ങി. കാരണം അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വേറെ വഴിയെ തിരിച്ചു പിടിക്കാമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മോപ്പി ആദ്യം കുറെ കാശിറക്കിയിരുന്നു. ആ വണ്ടികളൊന്നും തന്നെ റാം തടഞ്ഞില്ല. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അയാളുടെ കാശ് കടത്തുന്ന കണ്ടെയ്നർ ലോറികളെല്ലാം തന്നെ റാം പിടിച്ചെടുക്കുന്നു. പല രീതിയിലും മോപ്പിയെ തടയാൻ റാം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതിനെല്ലാം പ്രതികാരമായിട്ട് മോപ്പിയാകട്ടെ ഇലക്ഷൻ തുടങ്ങുന്നതിന്റെ അന്ന് ഒരു ബൂത്തിൽ ബോംബ് വെച്ച് തകർക്കുന്നു. ഇതറിഞ്ഞ് അവിടേക്കെത്തിയ റാമിനോട് അയാൾ പറയുന്നുണ്ട് ഇതുപോലെ 7 ബൂത്തുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ടെന്ന്. 1,00,000-ഓളം ബൂത്തുകളുള്ളിടത്ത് 7 ബൂത്ത് ഏതാണെന്ന് കണ്ടെത്താൻ നിനക്ക് സാധിക്കുക പോലുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് ജനങ്ങളുടെ ജീവന് നല്ലത്. എന്റെ ആൾക്കാർ കള്ളവോട്ട് ഇടാൻ വരെ വരും. അവരെ ഒന്നും തന്നെ തടയാൻ പാടില്ല. റാമിനും മറുത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല. വോട്ടിടിയിൽ ആരംഭിച്ചു. ഒരുപാട് പേര് കള്ളവോട്ട് ഇടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓരോ തവണ മഷി കയ്യിൽ പറ്റിയ ശേഷം അവര് പോയി കെമിക്കൽ ഉപയോഗിച്ച് അത് മായ്ച്ചു കളയും. എന്നിട്ട് വീണ്ടും വന്ന് വോട്ടിടും. എല്ലാം കഴിഞ്ഞിട്ട് താൻ ജയിച്ചു എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് മോപ്പിയാകിട്ട് റാമിന്റെ അടുത്തെത്തുന്നു. നിന്നെ ഞാൻ പറ്റിച്ചതാ, ഒരിടത്ത് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് കേട്ട് റാം ചിരിക്കുകയാണ് ചെയ്തത്. നിന്റെ പദ്ധതികൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്ന് റാം പറയുന്നുണ്ട്. നീ കള്ളവോട്ട് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെ കൊണ്ടുപോയില്ലേ, അവരുടെ എല്ലാം കൈ പോയി നോക്കിക്കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാകും. മഷിമായിക്ക് ഉപയോഗിച്ച കെമിക്കലില് റാം പറഞ്ഞിട്ട് നേരത്തെ തന്നെ വേറെന്തോ മിശ്രിതം അവർ കലർത്തിയിരുന്നു. അത് കാരണം അവരുടെ എല്ലാം തന്നെ കൈ പഴുക്കുകയും വീങ്ങുകയും ചെയ്തു. അത് തെളിവായിട്ട് വെച്ചിട്ട് കള്ളവോട്ട് ചെയ്തതാണെന്ന് റാം സ്ഥാപിക്കുകയും അങ്ങനെ ആ ഒരു വോട്ടിടിയിൽ അസാധുവാക്കുകയും റീഇലക്ഷൻ നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതോടെ മോപ്പിക്ക് വീണ്ടും ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. മോപ്പി ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലേക്ക് പുതിയൊരു ആശയവുമായിട്ട് വരുന്നു. റാമിന്റെ അച്ഛൻ തുടങ്ങിവെച്ച പാതയിലൂടെയാണ് റാം സഞ്ചരിക്കുന്നതെന്നും ആ ഒരു പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് റാം ശ്രമിക്കുകയാണെന്നും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയോട് മാത്രം അനുഭവമുള്ള ഈ ഒരു ഓഫീസറിനെ ഈ ഒരു ചുമതലയിൽ ഇരുത്താൻ പാടില്ല. എന്നാൽ തന്റെ അച്ഛൻ അപ്പണ്ണയല്ല എന്നും നിയമപരമായിട്ട് എന്റെ അച്ഛനും അമ്മയും വേറെ ആൾക്കാരാണെന്നും പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോസും അവൻ കാണിക്കുന്നുണ്ട്. എന്നാൽ അപ്പണ്ണയുടെ ഫേസ് തന്നെയായിരുന്നു റാമിനും. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന്. പാർവതി അവിടേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ പാർവതി അവൻ തന്റെ മകനാണെന്ന് സമ്മതിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ള ചതിയെപ്പറ്റി ഒന്നും തന്നെ പാർവതിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇവർക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് റാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ DNA ടെസ്റ്റ് നടത്തണമെന്നാണ് കമ്മീഷൻ പറയുന്നത്. അവിടെ നിന്ന് തിരിച്ചുപോയ ശേഷമാണ് പാർവതി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. പിറ്റേന്ന് രാവിലെ റാമിന് കോള് വരുന്നുണ്ട് പാർവതിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അവർ അവിടെ നിന്നും ഒരാളുടെ ഫോൺ വാങ്ങിയിട്ട് എന്തൊക്കെയോ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ചെക്ക് ചെയ്യുമ്പോൾ റാമിന് മനസ്സിലാകുന്നുണ്ട് അവർ അവസാനമായി ചെക്ക് ചെയ്തിരുന്നത് DNA പറ്റിയും DNA പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിൽ ഒരു ബോഡി എങ്ങനെ ഇല്ലാതാക്കാമെന്നുമായിരുന്നു. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ മാർഗം സൾഫ്യൂരിക് ആസിഡ് ആയിരുന്നു. അങ്ങനെ അവർ ഏതോ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന സൾഫ്യൂരിക് ആസിഡ് തേടി പോയിരിക്കുകയാണ്. റാം അവിടെ ചെല്ലുമ്പോഴേക്കും അവരതിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ പൊടി പോലും അവിടെ നിന്ന് അവന് കിട്ടുന്നില്ല. ഇവിടെ DNA ടെസ്റ്റ് നടത്താൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ റാമിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നുമില്ല. എന്നാലും തന്റെ അമ്മയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഒരുപാട് വിഷമത്തിലായിരുന്നു റാം. തനിക്ക് ഏതെങ്കിലും രീതിയിൽ ചീഫ് മിനിസ്റ്റർ ആകണം എന്നൊരു ചിന്ത മാത്രമേ മോപ്പിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ റീഇലക്ഷൻ നടന്ന ശേഷമുള്ള വോട്ടെണ്ണല് എങ്ങനെയെങ്കിലും തടുക്കാനായിരുന്നു അയാളുടെ ശ്രമം. പല സ്ഥലത്തു നിന്നും പെട്ടികളെല്ലാം തന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് വോട്ടെണ്ണുകയായിരുന്നു. അത് മനസ്സിലാക്കി മോപ്പിയാകട്ടെ അവിടേക്ക് ഒരുപാട് ആൾക്കാരെ അയക്കുന്നു അത് തടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനു മുൻപ് തന്നെ അവരെല്ലാം ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് റാം തന്റെ ആൾക്കാരെ റെഡിയാക്കി നിർത്തിയിരുന്നു. പിന്നീട് വലിയൊരു സംഘർഷമാണ് അവിടെ നടക്കുന്നത്. അവസാനം മോപ്പി അകത്ത് കിടന്നിട്ട് ആ പെട്ടികൾ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. റാം അതിനെയെല്ലാം തന്നെ തടഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവന്റെ ദേഷ്യം മോപ്പിയെ കൊല്ലും എന്നൊരു ഘട്ടം എത്തിക്കഴിയുമ്പോഴേക്കും അവിടേക്ക് ദീപിക വന്നിട്ട് അവനോട് നിർത്താൻ പറയുന്നു. ആ നിമിഷം അവൻ സ്വബോധത്തിലേക്ക് വന്നു. തന്റെ ദേഷ്യം തൽക്കാലത്തേക്ക് അവൻ മാറ്റിവെച്ചു. പിന്നീട് വോട്ടെണ്ണൽ പൂർത്തിയാക്കുകയും അതിൽ സഭയുടെ പാർട്ടി വിജയിക്കുകയും ചെയ്തു. എന്നാൽ ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് സഭയുടെ പാർട്ടി നിയമിക്കുന്നത് നമ്മുടെ റാമിനെ തന്നെയായിരുന്നു. അയാൾ തന്റെ കളക്ടർ സ്ഥാനം രാജിവെച്ച ശേഷം ജനങ്ങളിൽ ഒരാളായി അവരുടെ കൂടെ നിന്ന് ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സൈക്കിളിലാണ് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നത് തന്നെ. ഒരുപാട് നല്ല കാര്യങ്ങൾ അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗിയും സുമാറ്റോയൊക്കെ വീട്ടിലെത്തുന്ന പോലെ അസുഖബാധിതരായ ആൾക്കാരുള്ള വീടുകളിലേക്ക് ഇനി ആംബുലൻസുകൾ അവിടേക്ക് പോയി ചികിത്സ കൊടുക്കും. അങ്ങനെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന റാമിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.